കൊല്ലം കരുനാഗപ്പള്ളിയിലെ കുലശേഖരപുരത്ത് CPM ലോക്കൽ സമ്മേളനത്തിൽ വലിയ സംഘർഷമുണ്ടായി. മാത്രമല്ല ഈ സംഘർഷത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായി എന്നാണ് പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കാൻ ചുമതലക്കാരായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് കഴിയാതെ പോയി എന്നുള്ളത് ഈ സംസ്ഥാന കമ്മിറ്റിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. മാത്രമല്ല, ഇന്നലെ അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ സംഘത്തെയും ഇതിലെ ചില പ്രവർത്തകർ ആക്രമിച്ചു. 24-ൻ്റെ കൊല്ലത്തെ ഫയർ ബ്രാൻഡ് റിപ്പോർട്ടർ അരുൺരാജിനെയും ഒരു സഖാവ് നന്നായിട്ട് ഇടിച്ചു പറ്റിക്കുന്നുണ്ടായിരുന്നു, പിടിച്ചു തള്ളുകയും. മാത്രമല്ല, പബ്ലിക് നിരത്തിൽ നിന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തതിൽ തനി ഗുണ്ടായിസമായിരുന്നു ഇന്നലെ അരങ്ങേറിയത്. ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു ലൈവിൽ നിന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ ഈ രീതിയിൽ മാധ്യമപ്രവർത്തകരോട് പെരുമാറുമെന്നുള്ള കയ്യാങ്കളിയായിരുന്നു ശരിക്കും. അരുൺരാജിൻ്റെ പിടിച്ചു തള്ളുക, ഇടിക്കുക. നമ്മളിതിനകത്ത് തിരിച്ചറിഞ്ഞിട്ടുള്ള 4 സഖാക്കളുണ്ട്. ഇവരാണ് ഈ ഗുണ്ടായിസം കാണിച്ച ഒരു MR ദീപക്, വള്ളിക്കാവ് സന്തോഷ്, സനൽ, ശ്രീകുമാർ. ഈ 4 പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. MR ദീപക്കും വള്ളിക്കാവ് സന്തോഷും സനലും ശ്രീകുമാറും ഒക്കെ മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്നത് കണ്ടാൽ നമ്മൾ ഈ നാട്ടിൽ പൊട്ടി വീണതാണ് എന്ന് തോന്നിപ്പോവും. ആ രീതിയിലായിരുന്നു ഇവരുടെ ഗൂണ്ടാ പ്രവർത്തനം. ഇവരുടെ നമുക്കൊരു വാക്കേ പറയാനുള്ളൂ. ഇത്തരം ഗൂണ്ടാ പ്രവർത്തനങ്ങളിലൂടെയൊന്നും മാധ്യമപ്രവർത്തനത്തെ അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. കൂടുതൽ ശക്തിയോടെ ഞങ്ങൾ കൂടുതൽ നിങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ജനമധ്യത്തിൽ കൊണ്ടുവരും. ജനങ്ങൾ ഇന്നലെ ലൈവായിട്ട് ദീപകിൻ്റെയും സന്തോഷിൻ്റെയും സനലിൻ്റെയും ശ്രീകുമാറിൻ്റെയും ഒക്കെ പ്രകടനമൊക്കെ തന്നെ ഇന്നലെ ജനങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ മഹാത്മാക്കളാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. താങ്ക് യു ദീപക്, താങ്ക് യു സന്തോഷ്, താങ്ക് യു സനൽ ആൻഡ് താങ്ക് യു ശ്രീകുമാർ. നിങ്ങൾ വളരെ നന്നായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺരാജ് തത്സമയം ചേരുകയാണ്. നമുക്ക് ആദ്യം ശരിക്കും അവിടെ നടന്ന ഈ സംഘർഷത്തിൻ്റെ ചില സ്വഭാവങ്ങളും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനുള്ള അവരുടെ ഗൂണ്ടായിസമൊക്കെ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ചിലപ്പോൾ കുറച്ച് വൈകി വന്ന വാർത്തയായിരുന്നതുകൊണ്ട് ചിലപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവില്ല. ഇന്നലെ കുലശേഖരപുരത്താണ്, കരുനാഗപ്പള്ളിയിലെ കുലശേഖരപുരത്തു നിന്നാണ് ഈ വാർത്ത ഇന്നലെ രാത്രിയിൽ വന്നത്. CPMൻ്റെ സമുന്നതരായ നേതാക്കളായ K. രാജഗോപാൽ, അതുപോലെ K. സോമപ്രസാദ് എന്നീ 2 പേരായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അവിടെ എത്തിയത്. എന്നാൽ അവരെ 2 മണിക്കൂറോളം കെട്ടിടത്തിൽ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. ഈ K. രാജഗോപാലിനൊക്കെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന വളരെ സൗമ്യനായ ഒരു മാർക്സിസ്റ്റ് നേതാവാണ് രാജഗോപാൽ. പക്ഷേ അദ്ദേഹം പോലും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശീലമില്ലാത്ത വാക്കുകൾ പോലും ഇവരോട് പ്രയോഗിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അരുൺരാജ് നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. അരുൺരാജ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് CPMന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ്. ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇന്നൊരു പോസ്റ്റർ, അത് CPMൽ അങ്ങനെ പതിവുള്ള രീതിയല്ല, ഇന്നലെ മുതൽ പതിവില്ലാത്ത രീതിയാണ് കരുനാഗപ്പള്ളി CPMൽ നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഇപ്പോൾ കണ്ടിരിക്കുന്ന 3 പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. CPMനുള്ളിൽ കുറുവാ സംഘത്തെ സൂക്ഷിക്കുക. സംസ്ഥാന നേതാക്കന്മാരുടെയും ജില്ലാ നേതാക്കന്മാരുടെയും, അത് K. രാജഗോപാൽ, സോമപ്രസാദ്, PR വസന്തൻ, PK ബാലചന്ദ്രൻ എന്നിവരുടെ പേരെഴുതി വെച്ചിട്ടുള്ള പോസ്റ്ററാണ്. മറ്റൊന്ന് ലോക്കൽ കമ്മിറ്റിയിലെ ബാർ മുതലാളി അനിയൻ ബാബയും ചേട്ടൻ ബാബയും തുലയട്ടെ, സേവ് CPM എന്നുള്ള പേരിലാണ് പോസ്റ്റർ. ഈ പോസ്റ്റർ നമുക്ക് കൂടുതൽ ഈ ഘട്ടത്തിൽ വിവരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ വളരെ മോശകരമായ രീതിയിൽ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പക്ഷേ അത് ഈ നിലവിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായും പുറത്തേക്ക് വരുന്നു എന്ന സൂചന കൂടിയാണ് നൽകുന്നത്. എന്തായാലും ഇന്നലെ നമ്മൾ മാധ്യമപ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്ത അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച അവരുടെ കൂടുതൽ വിവരങ്ങൾ, അത് MR ദീപക് പാർട്ടി നടപടി നേരിട്ട 1 വർഷം പാർട്ടി സസ്പെൻഡ് ചെയ്ത വ്യക്തിയാണ്. ആ പാർട്ടി സസ്പെൻഡ് ചെയ്യാൻ കാരണം പാർട്ടി പതാക കത്തിക്കുകയും അടക്കം ചെയ്ത കുറ്റമാണ്. നിലവിൽ ഈ 2 പക്ഷത്തായിരുന്നു. കഴിഞ്ഞ വർഷമാണ് വീണ്ടും പാർട്ടിയിലേക്ക് സജീവമായി തിരിച്ചു വരുന്നത്. മറ്റൊന്ന് സനലാണ്. CPMന്റെ നിയന്ത്രണത്തിലുള്ള കോൺട്രാക്ട് സൊസൈറ്റി, നമ്മൾ തന്നെ വാർത്ത കൊടുത്ത കോൺട്രാക്ട് സൊസൈറ്റിയുടെ അഴിമതി കഥകൾ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. ആ കോൺട്രാക്ട് സൊസൈറ്റിയിലെ ജീവനക്കാരനാണ് സനല്. മറ്റൊന്ന് സന്തോഷാണ്, അദ്ദേഹം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ പ്രവർത്തകരാണ് നമ്മളെ ഇന്നലെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും നമുക്ക് നേരെ പാഞ്ഞെടുക്കുകയും അടക്കം ചെയ്തത്. എന്തായാലും CPMനെ സംബന്ധിച്ച് കരുനാഗപ്പള്ളി വലിയ തലവേദനയായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട്. കരുനാഗപ്പള്ളി വിഷയത്തിൽ അടിയന്തരമായ നടപടിയടക്കം ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന വിഷയത്തിൽ വലിയ രീതിയിലുള്ള അതിർത്തി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. കാരണം CPM പോലുള്ള പ്രസ്ഥാനം ഇത്തരത്തിൽ പുറത്തേക്ക് ഈ സംഘടനാ സംവിധാനവും സംഘടനയുടെ പ്രശ്നങ്ങളും വലിച്ചിഴയ്ക്കുന്ന സ്വഭാവമില്ല. അത്തരം ഒരു രീതിയിലേക്ക് പാർട്ടി എങ്ങനെ പോയി എന്ന് സംബന്ധിച്ച് അടിത്തട്ടിൽ വരെ പരിശോധന നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ എടുത്ത പാർട്ടി
കമ്മിറ്റികളെ പോലും സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടി ഇപ്പോൾ നിലവിൽ കാണുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് CPM-ന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് CPIM-ലെ ഒരു വിഭാഗം പ്രവർത്തകർ, അത് എല്ലാ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രവർത്തകരുടെ വലിയ ബഹുജന മാർച്ചിന് കൂടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് ഈ നേതൃത്വത്തിനെതിരെയായിരിക്കും ഈ പ്രതിഷേധം എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കലുഷിതമാകും, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വൈകി വന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ആലപ്പാട് ലോക്കൽ സമ്മേളനത്തിലും സമാനപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. കെ ഭരതരാജനും അതുപോലെ തന്നെ ജെ മേഴ്സിക്കുട്ടിയമ്മയും പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റി യോഗത്തിലും ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറുതല്ലാത്ത രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും നേതൃത്വത്തോട് കലഹിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവർത്തകർ പോവുകയും ചെയ്തു എന്നുള്ള വിവരം കൂടി വരുന്നു. അങ്ങനെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അല്പസമയം മുമ്പടക്കം ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിലെ കാറ്റ് കരുനാഗപ്പള്ളി വീശുന്നത് കൊണ്ടാണ് ഇത്തരം വിഭാഗീയതയും ഇത്തരം പ്രശ്നങ്ങളും ഉള്ളത്. എന്തായാലും സംസ്ഥാന നേതൃത്വം ഇത് വളരെ ക്ലോസിലായി മോണിറ്റർ ചെയ്യുകയാണ്. നടപടി ഉണ്ടാകും, ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. SK. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ഈ അരുൺ രാജ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച ദീപക്, സന്തോഷ്, സനൽ, ശ്രീകുമാർ, ഇവരിൽ പല ആൾക്കാരും പാർട്ടിയിൽ നിന്ന് പലപ്പോഴും നടപടി നേരിട്ടുള്ള ആൾക്കാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MR ദീപക് അവിടെ CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ്. മുമ്പ് 2 തവണ സംഘടനാ നടപടി നേരിട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരു കൊല്ലം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒരു പക്ക ഗൂണ്ട പോലെ, റൗഡിയെ പോലെയായിരുന്നു ഇവർ 4 പേരും പെരുമാറിയിരുന്നത്. മാത്രമല്ല മാധ്യമപ്രവർത്തനം ഒരു സ്വതന്ത്രമായ പ്രവർത്തനമാണെന്നും മാത്രമല്ല ഏതെങ്കിലും ഒരു പാർട്ടിയോട് നമുക്ക് സറണ്ടർ ചെയ്ത് മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. അവർ ഇത് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന ചിന്ത പോലും ഇല്ലാതെയായിരുന്നു അരുൺ രാജിൻ്റെ പുറത്തിട്ടിരിക്കാനൊക്കെ ശ്രമം നടത്തിയത്. നമുക്ക് അതിനകത്തുള്ള പ്രതിഷേധം ശക്തമായി നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഇതുകൊണ്ടൊന്നും നമ്മുടെ വായടപ്പിക്കാൻ കഴിയില്ല എന്നുകൂടി ഈ 4 പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഈ ഗുണ്ടാ സംഘത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു.